ഇന്ത്യ എല്ലാ മേഖലയിലും ഇപ്പോൾ വളർച്ച പ്രാപിക്കുന്നത് നാളെ അമേരിക്കയ്ക്ക് ഭീഷണിയാകുമെന്ന് പറയുന്നു. അപ്പോൾ ട്രംപിന് അറിയാം, അമേരിക്കയ്ക്ക് അറിയാം, ഇന്ത്യ വളർന്നു വന്നാൽ ചൈന എങ്ങനെയാണോ ഭീഷണിയാകുന്നത് അതിന് സമാനമായി ഭീഷണിയാകും. ഇപ്പോൾ ചൈനയ്ക്ക് ഈ അമേരിക്കയാണ് ബിസിനസ് ചെയ്യാനുള്ള സഹായം കൊടുത്തത്, അവിടുത്തെ കമ്പനികളെ അയച്ചത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചൈന സാമ്പത്തികമായിട്ട് വളർന്നു, അവർ സൈനികപരമായിട്ട് വളർന്നു, എന്നിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. നാളെ ഇന്ത്യയും ഇതുപോലെ വെല്ലുവിളിക്കും. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭയക്കണം. ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടൊന്നുമല്ല റഷ്യയുടെ ഇത് എണ്ണ മേടിക്കുന്നത്, അവർ കൃത്യമായിട്ട് എണ്ണ മേടിച്ചിട്ട് പോകുന്നുണ്ട്. അവരുടെ പണി ഇതാണ്. മാത്രമല്ല, ഒരു രാജ്യത്തിനടുത്ത് ഇന്ത്യ പോയി യുദ്ധം ചെയ്യില്ല, വളരെ തന്ത്രപരമായിട്ട് നിൽക്കും. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ വന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന്റെ നെഞ്ചത്ത് കയറി ഇടിക്കുന്നതാണ് കണ്ടത്. ശരിയല്ലേ? നമ്മൾ യുദ്ധം വേണ്ട, യുദ്ധം ചെയ്ത് സമാധാനം. പക്ഷേ ഇന്ത്യ ഒന്ന് ചൊറിഞ്ഞു നോക്ക്. നമ്മൾ വെളിയിലൊക്കെ പോയി സമാധാനം പറയും, നമ്മളെടുത്തോട്ട് വരുമ്പോൾ ഒരു സമാധാനം. ഞാൻ നേരത്തെ പല ടോക്കിലും പറഞ്ഞിട്ടില്ല, പണ്ട് ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഒരു ചെള്ള അടിക്കുമ്പോൾ ഇപ്പുറത്തെ ചെള്ള കാണിച്ചു കൊടുക്കും. ഗാന്ധിയുടെ കാലത്തേ ഉള്ളൂ, മോദിയുടെ കാലത്ത് ഒരു ചെള്ളക്ക് അടിച്ചാൽ 2 ചെള്ളക്ക് പഠിക്കും, നടുവ് ചോട്ടി പഠിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.